പെരിങ്ങളം ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ നിലപാടിനെതിരെ LDF പാനൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ അവഗണിച്ച് നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ അണിനിരന്നു. ഒന്നിച്ചൊന്നായി മുന്നോട്ട് മുനിസിപ്പൽ ഓഫീസ് മാർ സിന്ദാബാദ് മുനിസിപ്പൽ ഓഫീസ് മാർ സിന്ദാബാദ് അംഗൻവാടി കുട്ടികളെ LP UP കുട്ടികളെ LP UP കുട്ടികളെ അച്ചടിയാക്കുകയാണിവിടെ LDFന് വേണ്ടി അവതരിപ്പിച്ചു. സാധാരണഗതിയിൽ ചെയ്യേണ്ടതല്ല. നിങ്ങൾ കൊണ്ടുവന്ന പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ ഇവിടെ ഒരു കൗൺസിലർ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെ രാഷ്ട്രീയ പരാമർശങ്ങൾ ഒഴിവാക്കി നമുക്ക് കൂട്ടായി പാനൂർ നഗരസഭ എന്ന രീതിയിൽ ഫണ്ട് അനുവദിക്കണമെന്നൊരു പ്രമേയം ആക്കിയിട്ടത് മാറ്റാം എന്ന് പറഞ്ഞ് ഐക്യകണ്ഠേന ആ പ്രമേയം പാസ്സാക്കാനുള്ള മുൻകൈയല്ലേ ഈ നാടിനോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ, ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങി പോകരുത് എന്ന താല്പര്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അത് ഔദ്യോഗിക പ്രമേയമായിട്ട് കൊണ്ടുവന്ന് അതെല്ലാവരെയും പിന്തുണ അറിയിച്ച് പാസ്സാക്കിയെടുക്കുക എന്നതല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നാടിനോട് താല്പര്യമില്ല എന്ന് വ്യക്തമല്ലേ? എന്നിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് വൈസ് ചെയർമാൻ സംസാരിച്ചത്രേ. എന്താ സംസാരിച്ചത്? നിങ്ങളുടെ കാലത്ത് LDFന്റെ കാലത്ത് പണം തന്നില്ലെന്ന്. നുണയല്ലേ അത്? ഏതെങ്കിലും ഒരു കാലത്ത് ഈ പാനൂർ നഗരസഭയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ദേശഭരണ സ്ഥാപനങ്ങൾക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലുണ്ടായിരുന്ന 10 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു വർഷം അർഹതപ്പെട്ട പണം നിഷേധിച്ചു എന്ന ഒരു ആരോപണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇതേവരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 2015 ആരംഭിച്ചതാണല്ലോ പാനൂർ നഗരസഭ. 2015 ആരംഭിച്ചതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയിലുള്ള അനുഭവങ്ങൾ പരിശോധിച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി വിഹിതമായി അനുവദിച്ച തുക ചെലവഴിക്കാതെ ലാപ്സാക്കി കളഞ്ഞ പാരമ്പര്യമാണ് UDFന് പാനൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ളത്. ചില്ലറയല്ല, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഭരണസമിതിയാണ് പാനൂരിൽ 2015 ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ UDF നഗരസഭകളും ഫണ്ട് അനുവദിക്കാത്തതല്ല, അനുവദിച്ച ഫണ്ട് ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതിന്റെ ചരിത്രമാണ് പാനൂർ ഭരിക്കുന്ന UDFന്റെ ഭരണസമിതികൾക്കുണ്ടായിരുന്നത് എന്നതല്ലേ വസ്തുത. പാനൂർ നഗരസഭ ഓഫീസിലേക്ക് നടന്ന മാർച്ച് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PK രാജൻ അധ്യക്ഷത വഹിച്ചു. P. പ്രഭാകരൻ മാസ്റ്റർ, KP ശിവപ്രസാദ്, KP യൂസഫ് എന്നിവർ സംസാരിച്ചു. ജയചന്ദ്രൻ കരിയാട് സ്വാഗതം പറഞ്ഞു. MB ബൈജു, P. ദിനേശൻ, MTK ബാബു, KK സുധീർ കുമാർ, തൃപ്തി ടീച്ചർ, റീന C, KK സെറീന എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങളം ന്യൂസ്, പാനൂർ.